ഫ്ലെയിം ജേണിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് ടിൻ ഫ്ലെയിം യൂണിയനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. യൂണിവേഴ്സ് ടിൻ ഫ്ലെയിംസിന് ഒരു പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവൈൻ മസ്കുലിനും ഡിവൈൻ ഫെമിനിനും തമ്മിലുള്ള ബന്ധം യൂണിയനും ആരുടെയും കണ്ണിൽപ്പെടാതെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ടിൻ ഫ്ലെയിംസിൻ്റെ യൂണിയൻ എന്നത് ഒരു സാധാരണ മനുഷ്യരുടേത് പോലെയല്ല. അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പൂജയാണ്. അങ്ങനെയാണ് പറയുന്നത്. ഈ ആത്മീയ യാത്രയിലും സംഗമത്തിലും പ്രപഞ്ചത്തിൻ്റെ ശക്തമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഏത് നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നും ഈ ബന്ധം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. അദൃശ്യമായ ഊർജ്ജം ഈ യൂണിയൻ പൂർണ്ണമായും ആത്മീയവും ആന്തരികവുമായ ഒന്നായതുകൊണ്ട് ബാഹ്യ ലോകത്തിൻ്റെയോ മറ്റ് ആളുകളുടെയോ കണ്ണുകളിൽ പെടാതെ അതീവ രഹസ്യമായി പവിത്രമായുമാണ് ഇത് നടക്കുന്നത്. ഭൗതിക ലോകത്തിന് ഇതിൻ്റെ ആഴം പെട്ടെന്ന് മനസ്സിലാകില്ല. ഈ ആത്മീയ യാത്രയുടെ തീവ്രത താങ്ങാനും കാർമിക ഊർജ്ജങ്ങളിൽ നിന്നും നിങ്ങളുടെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കാനുമാണ്. ഈ രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ഊർജ്ജസ്വലമായ ബന്ധം ശുദ്ധമായി നിലനിർത്തുവാനും ഈ യാത്രയിലെ അനാവശ്യ തടസ്സങ്ങളെ ഒഴിവാക്കാനും യൂണിവേഴ്സ് തന്നെ ഒരു പ്രൊട്ടക്ഷനായി കൂടെ നിൽക്കുന്നു. നിങ്ങളുടെ ബന്ധം ദൈവം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ടിൻ ഫ്ലെയിം ആണെങ്കിൽ യൂണിയൻ ആയാലും ആരും അറിയുകയില്ല, ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. ഇതാണ് ഏറ്റവും വലിയ യൂണിവേഴ്സൽ ട്രൂത്ത്. ടിൻ ഫ്ലെയിം യൂണിയന് സാക്ഷിയായി യൂണിവേഴ്സ് മാത്രമാണ് ഉണ്ടാവുക. നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ നാട്ടുകാരുടെയോ ഒന്നും സമ്മതം ആവശ്യമില്ല. യൂണിവേഴ്സിൻ്റെ മാത്രം സമ്മതം മതി. ഡിവൈൻ മസ്കുലിൻ ഡിവൈൻ ഫെമിനൻ എവിടെ വെച്ച് കണ്ടാലും എന്ത് ചെയ്താലും അവിടെ ഒരു പ്രൊട്ടക്ഷൻ സൃഷ്ടിക്കും. ശരിക്കും പറഞ്ഞാൽ CCTVയിൽ പോലും പതിയാത്ത അവസ്ഥ. അത്രയ്ക്കും പ്രൊട്ടക്റ്റഡാണ് ഈ ടിൻ ഫ്ലെയിംസ്. സമൂഹത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് മറ്റ് ബന്ധങ്ങൾക്കാണ്. ടിൻ ഫ്ലെയിം ബന്ധം അത്ര പവിത്രമാണ്. നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെങ്കിൽ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മുടെ യൂണിയൻ ടൈമിൽ ആദ്യം തന്നെ ഏഞ്ചൽസ് വന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. പിന്നെ ശിവഭഗവാനും പാർവതി മാതാവും വന്ന് ആശീർവാദം നൽകുന്നു. അവർ മുകളിൽ നിന്ന് പുഷ്പങ്ങൾ പൊഴിക്കുന്നു എന്നാണ് പറയുക. ഡിവൈൻ മസ്കുലിനും ഡിവൈൻ ഫെമിനിനുമാണ് ശിവപാർവതിമാർ. പിന്നെ രാധാകൃഷ്ണന്മാർ വന്ന് നമ്മുടെ കൈ പിടിക്കും എന്നാണ് സങ്കല്പം. അവരാണ് പ്രണയത്തിൻ്റെ അച്ഛനും അമ്മയും. അവർ അനുഗ്രഹിച്ചാൽ പിന്നെ പ്രണയത്തിന് ഒരു കുറവും വരികയില്ല എന്നാണ് സങ്കല്പം. പിന്നെ ആകാശത്തിലെ സപ്തർഷികൾ അവരാണത്രേ ടിൻ ഫ്ലെയിം ബന്ധത്തിന് ഫൈനൽ സീലിടുന്നത്. അവർ ആശീർവദിച്ചാൽ ആ ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ആകാശത്ത് ഒരു നക്ഷത്രം നല്ലവണ്ണം തിളങ്ങുന്നുണ്ടാവും. അതാണ് അവർ ആശീർവദിക്കുന്നതിൻ്റെ ലക്ഷണം. ഇതുകൊണ്ട് യൂണിയൻ ടൈമിൽ നമ്മുടെ റൂമിൽ ഒരു തണുപ്പോ ഒരു സുഗന്ധം പോലെയോ ഒരു ലൈറ്റ് പോലെയോ എല്ലാം അനുഭവപ്പെടാം എന്നാണ് സങ്കല്പം. ചന്ദ്രൻ്റെ പൂർണ്ണപ്രകാശമുള്ള പൗർണമി ദിവസങ്ങളാണ് ഇത്തരം ആത്മീയ യൂണിയനുകൾ അല്ലെങ്കിൽ ഉയർന്ന ഊർജ്ജ കൈമാറ്റങ്ങൾ കൂടുതലായി നടക്കുന്നത്. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പൂർണ്ണതയെയാണ് പൗർണമി സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ ഫുള്ളാകുമ്പോൾ ഡിവൈൻ ഫെമിനിൻ്റെ എനർജി ഹൈ ആവും. പൗർണമി എന്നാൽ ഡിവൈൻ ഫെമിനിൻ്റെ ദിവസമാണ്. ഡിവൈൻ ഫെമിനിൻ്റെ എനർജി ഹൈ ആവുമ്പോൾ ആ ലൈറ്റ് കണ്ടാണ് ഡിവൈൻ മസ്കുലിൻ അട്രാക്റ്റ് ആവുന്നത്. പൗർണമിക്ക് കടൽ പോലും ഉയർന്നു വരും എന്നാണ് സങ്കല്പം. അത്രയും എനർജിയാണ്. ഭൂമി മുഴുവൻ ലവ് എനർജി കൊണ്ട് നിറയും. അതുകൊണ്ടാണ് ഡിവൈൻ മസ്കുലിനും ഡിവൈൻ ഫെമിനിനും ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാകുന്നത്. യൂണിവേഴ്സ് തന്നെ അവരെ വലിച്ചടിപ്പിക്കുന്നു. ടിൻ ഫ്ലെയിം യൂണിയൻ നടക്കുമ്പോൾ വെറും രണ്ടാളുകൾ ഒന്നിക്കലല്ല, ഭൂമിയുടെ വൈബ്രേഷൻ തന്നെ മാറും. 5D വൈബ്രേഷൻ ഉണ്ടാകും. ടിൻ ഫ്ലെയിംസ് ഒന്നിക്കുമ്പോൾ അവരുടെ ഹാർട്ട് ചക്രയിൽ നിന്നും ഒരു വലിയ പിങ്ക് പ്ലസ് ഗോൾഡൻ ലൈറ്റ് പുറത്തേക്ക് വരും. അത് ഭൂമിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കറുത്ത നെഗറ്റിവിറ്റിയെ ക്ലീൻ ചെയ്യും. ഭൂമി ഒരു ലെവൽ മുകളിലേക്ക് കയറും. ഭൂമിയിൽ സംഭവിക്കുന്നത് അവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾക്ക് കാരണമില്ലാതെ സന്തോഷം തോന്നും. മൃഗങ്ങൾ, കിളികൾ അവരുടെ അടുത്തേക്ക് വരും. അവിടെ ചെടികൾ നന്നായി വളരും, കലഹം കുറയും. അവരുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? ശരീരത്തിന് അവരുടെ തലയുടെ മുകളിൽ കറണ്ട് പോലെ തരിക്കും. ഹൃദയമിടിപ്പ് കൂടും. കാരണം രണ്ട് ആത്മാക്കളുടെ ഫ്രീക്വൻസി ഒന്നാകുമ്പോൾ അത് 528 ഹെർട്സ് എന്ന പ്രണയത്തിൻ്റെ ഫ്രീക്വൻസി ഭൂമിയിലേക്ക് ഇറങ്ങും. ഈ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ലവ് ഫ്രീക്വൻസി ഓർ മിറാക്കിൾ ഫ്രീക്വൻസി. ഇതിനെ യൂണിയൻ ഫ്രീക്വൻസി ഓർ ഹാർട്ട് ഫ്രീക്വൻസി എന്നും പറയും. കാരണം രണ്ട് ടിൻ ഫ്ലെയിംസ് ഒന്നിക്കുമ്പോൾ അവരുടെ രണ്ട് ഹൃദയവും കൂടി ഈ 528 ഹെർട്സിലാണ് മിടിക്കുന്നത്. ഇതിൽ കുറേ അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഒരു ടിൻ ഫ്ലെയിം യൂണിയൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു.